ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നതും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും എല്ലാം. കാരണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ മടി, തിരക്ക്, പല പല കാര്യങ്ങളുണ്ട്, നമ്മൾ വീഡിയോസൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ചാനൽ ഫുൾ ഡൗൺ ആയി. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും പൊടിതട്ടിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീണ്ടും എത്ര പേരിലേക്ക് വീഡിയോ എത്തുമെന്നൊന്നും അറിയില്ല, എന്നാലും കാണുന്നവരെല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈവൻ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷം ഞാനും അറിയട്ടെ, എൻ്റെ വിഷയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നതന്നെ നമ്മുടെ കിച്ചണിലൊക്കെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കിച്ചണിലേക്കാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡ് നിൽക്കൊന്ന് കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ നല്ല സമ്മറൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം വൈകിട്ട് 7 മണിയായി. എന്നാലും നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതിൻ്റെതായിട്ട് ചെടികളൊക്കെ വാടി നിൽക്കുകയാണ്. കുഴപ്പമില്ല, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ബാക്ക് യാർഡ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് യാർഡ്. ബാക്ക് യാർഡിലേക്ക് വരുമ്പോഴേക്കും കുറേ കാര്യങ്ങളുണ്ട്, കുറേ പച്ചക്കറികളും കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം അവിടെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, 1 by 1 ആയിട്ട് കാണിച്ചു തരാം. കുറേ ചെടികളൊക്കെ ഉണ്ട്, പക്ഷേ വൈകിട്ട് ഈ സമയമായതുകൊണ്ട് എല്ലാ ചെടികളും ഉണങ്ങിയെന്നല്ല വാടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് അടിപൊളിയാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഫുള്ളി കൺഫ്യൂസ്ഡാണ് ഇത് എങ്ങനെ ഇപ്പോൾ വീഡിയോ വന്നേന്നൊന്നും അറിയാൻ പാടില്ല. കുറേ നാളുകൾക്ക് ശേഷം എടുക്കണതുകൊണ്ട് ആ ഒരു ടച്ചും ഒക്കെ വിട്ട് മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വന്നോടത്ത് പോലെ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടിപ്പിക്കൽ നമ്മൾ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വ്യൂ ആണ്, നമ്മുടെ കോർട്ട്യാർഡിൻ്റെ വ്യൂവും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വലിയ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ ഭാഗമാണ്. നമ്മൾ നാട്ടിലത്തെ വെച്ച് കമ്പയർ ഒന്നും ചെയ്യരുത്, പുറത്തുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതെന്തത് ഇവിടെ ഉണ്ടായാലോ. ഓക്കെ, കാണുന്നില്ല. ഓക്കെ, ദേ ഈ സംഭവം ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പേര് പറയുക. ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ തെറ്റിച്ചൊന്നും പറയാനുള്ള, എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഈ സാധനം ഇവിടെയുണ്ട്. ഇത് 3-4 എണ്ണമൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഇവിടുത്തെ ആൻറ്റിയാണ് കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സംഭവം അടിപൊളിയാണ് കണ്ടോ, കുറേ ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ പിന്നെ പൂക്കളാണ്. പൂക്കളെന്ന് പറയുമ്പോൾ കണ്ടോ, നല്ല അടിപൊളി പൂക്കളും കാര്യം. വാവ്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ വൈകിട്ട് സമയമാണ് കുറച്ച് വാടി, കുറച്ച് ഡള്ളായിട്ട് നിൽക്കുന്നത് കണ്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു വാടിയ ഫീൽഡാണ് കേട്ടോ. പക്ഷേ ഇത് ഒരു എന്താ പറയുക, രാവിലെയൊക്കെയാണ് നല്ല അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നല്ല രസമാണ് കേട്ടോ കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ. പിന്നെ അത് ഈ പറയുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നും കൂടി എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ കാണുന്ന പോലെ തന്നെ നിങ്ങളും കണ്ടോ, അടിപൊളിയാണ്. പിന്നെ റോസാപ്പൂ കണ്ടോ, അത് വാടിപ്പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ ഭംഗികളൊന്നും അറിയാത്തത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ സെയിം ചെടിയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇതിപ്പോൾ വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. വെട്ടി നിർത്തിയോണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഈ സംഭവങ്ങൾ, ഇതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണ്ടല്ലോ, ഇവിടുത്തെ ആൻറ്റീനെ കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞു തന്നെ. ഇതിപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടാത്ത അവസ്ഥയായി. ചുമ്മാ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണം, ആ രീതിയിലാണ് നിൽക്കണേ. പിന്നെ വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ദേ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നല്ല ഗ്രീൻ ആപ്പിൾ അപ്പുറത്തെ വീട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ദേ ഈ പറഞ്ഞ പോലെ ദേ നമ്മുടെ മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നത്. നിറച്ച് മുന്തിരി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കും മുന്തിരി നല്ല കിഡിലായിട്ട് വരും. അപ്പോൾ അതെ ഇവിടെയൊക്കെ കണ്ടോ, നിറച്ച് മുന്തിരി ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് മുന്തിരിയാണ്. അപ്പോൾ സൈഡിലേക്കൊക്കെ നോക്കിയാലും നമുക്ക് കാണാം നിറച്ച് മുന്തിരിയും കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അടുത്ത മാസം ഞാൻ വേണ്ടി നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ വരുമെന്ന്. പിന്നെ ദേ വീണ്ടും റോസാപ്പൂ. എപ്പോഴും ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും, എയർപോർട്ട് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാവും, അതൊന്ന് കണ്ണടയ്ക്കണം. പിന്നെ അതെ പൂക്കൾ ഞാൻ പറഞ്ഞ പോലെ വാടി നിൽക്കുകയാണ്, സമയം ഇതായതുകൊണ്ട് വാടി നിൽക്കുകയാണ്. പിന്നെ അതെ ഈ കാണുന്ന ബെറീസ് കുറേ ഇന്നലെ പറിച്ചു തന്നു, ഇനി ഇവിടെ ഉണ്ട് കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ, കുറേ ബെറീസ് ഉണ്ട് കണ്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ട് എല്ലാം ഉണ്ട്. പിന്നെ പറയുന്നത് ചെടികൾ, പൂക്കൾ എല്ലാം ഞാൻ സിംഗിൾ രീതിയിലെ വീഡിയോ എടുത്തിട്ട് പോകണേ, ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ഞാൻ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതാണ്.
പിന്നെ അത് ഇതെന്താ അമേരിക്കൻ തുളസിയോ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ പേര്. അമേരിക്കൻ തുളസിയാണോ ആഫ്രിക്കൻ തുളസിയാണോ എന്തോ തുളസിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ശരിക്കും നാട്ടിലത്തെ ആ തുളസിയുടെ സ്മെല്ലൊക്കെ കേട്ടോ നല്ല കിഡിലും മണമാണ്. തിരുമിയിട്ട് മണത്ത് നോക്കുമ്പോൾ നല്ല സൂപ്പർ സ്മെല്ലും കാര്യങ്ങളും. പിന്നെ ഇതുപോലെ കുറേ ചെടികൾ ഇതിവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക സീസൺ അനുസരിച്ചാണ് ഓരോ സീസണിൽ ഓരോ ചെടികളും പൂക്കളും കാര്യങ്ങളാണ്. പിന്നെ സമ്മറിലാണ് കേട്ടോ ഇവിടെ ഫുള്ള് പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ സ്പ്രിംഗ് ആകുമ്പോൾ ഇതെല്ലാം കൊഴിയും. പിന്നെ വിൻ്റർ ആകുമ്പോൾ വീണ്ടും വേറെ ഒരു ടെക്സ്ചറും കാര്യങ്ങളും നമ്മുടെ മൊത്തത്തിൽ വരിക. പിന്നെ എന്താ കാണിക്കുക, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ അതെ നമ്മുടെ ഐക്കോണിക് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഇത് ഇവിടെ ചട്ടിയിലിടണം കേട്ടോ. പിന്നെ അത് ഇവിടെ പിന്നെ അത് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് സ്ട്രോബെറിയൊക്കെ നല്ല സെറ്റപ്പ് അല്ലേ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിൻ്റെ ശരിക്കും പറഞ്ഞൊരു കുഞ്ഞു വ്യൂ. പിന്നെ ഇതെന്നത് എൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല അങ്ങനെ സാധനം. പിന്നെ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന വളവും കാര്യങ്ങളൊക്കെ. പിന്നെ അതെ നമ്മുടെ നാടിനെ ഓർപ്പിക്കാനായിട്ട് ഒരു വാഴയുണ്ട്. വേറെ വാഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ പറിച്ചു കളഞ്ഞത് കേട്ടോ. ഇവിടെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതെല്ലാം പറിച്ചിട്ട് ഇപ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു വാഴയാണിത്. അപ്പോൾ നമ്മുടെ ഒരു പ്ലോട്ട് വരുന്നത് ഇങ്ങനെ ഇത്രയും ഭാഗമാണ്. ആ കണ്ണൊക്കെ അപ്പുറത്തെ വേറെ വീടാണ്, ഈ കണ്ടത് ഇപ്പുറത്തെ വേറെ വീടാണ്. പിന്നെ അത് നമ്മുടെ കിച്ചൻ്റെ ഉള്ളിലും അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തുളസിയുണ്ട്, കറ്റാർ വാഴയുണ്ട്, വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആൻറ്റി. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് അത്യാവശ്യം ചെടികളും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് തന്നെ ആദ്യം വീഡിയോ കാണിച്ച് തരാമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ പറഞ്ഞ പോലെ ഞാൻ മുടിയൊക്കെ വെട്ടി കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വെട്ടി ഒരു ചേഞ്ച് പിടിക്കാമെന്ന് ഓർത്താൽ, ചേഞ്ച് ഒന്നുമല്ല മുടിയൊക്കെ ഒഴിഞ്ഞ് തീരാറായി. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇനി വരുന്ന ഈ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. വലിയ വീഡിയോസൊന്നും ആയിട്ടല്ല, ബോറടി ആണല്ലോ. അപ്പോൾ ഷോർട്സ് പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാനിടാം, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമുള്ളവർ കാണുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.